നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമി സർക്കാർ പണം കൊടുത്തു വാങ്ങുന്നു. എന്നിട്ട് കോടതി പറഞ്ഞെന്ന് കള്ളം പറയും. സിംഗിൾ ബെഞ്ച് വിധിയിൽ പന്തികേടുണ്ടെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനുള്ള ആർജവം കാണിക്കേണ്ട സർക്കാർ സ്വകാര്യ കമ്പനിയെ സഹായിക്കാൻ ഒരുങ്ങുന്നു. വയനാട് പുനരധിവാസത്തിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു കള്ളക്കളി. വയനാട്ടിലെ മോഡൽ ടൗൺഷിപ്പിനുള്ള ഭൂമി ഏറ്റെടുക്കലിൽ തർക്കമുന്നയിച്ച എസ്റ്റേറ്റ് ഉടമകൾക്ക് സർക്കാർ മുൻകൂർ പണം നൽകണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകില്ല. വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകണമെന്ന് നിയമവിദഗ്ധർ ഉപദേശം നൽകിയെങ്കിലും എസ്റ്റേറ്റ് ഉടമകളുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങാനാണ് സാധ്യത. അപ്പീൽ പോയാൽ വയനാട്ടിലെ പുനരധിവാസം വൈകുമെന്നതാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനാൽ തന്നെ കോടതി വിധി വന്നെങ്കിലും ഭൂമി ഏറ്റെടുക്കുന്നതിലെ ആശയക്കുഴപ്പം വീണ്ടും തുടരുകയാണ്. എത്രയും വേഗം ഭൂമി ഏറ്റെടുക്കണമെന്ന് CPM നേതാക്കളുടെ ആവശ്യം. എങ്കിൽ മാത്രമേ കമ്മീഷൻ മറിയുകയുള്ളൂവെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. കാരണം ഏറ്റെടുക്കൽ പോകുന്ന രണ്ട് എസ്റ്റേറ്റുകളുടെയും ഉടമസ്ഥാവകാശം തർക്കത്തിലാണ്. എസ്റ്റേറ്റ് ഉടമകൾ ഭൂമി കൈവശം വെക്കുന്നവരാണെന്നാണ് സർക്കാരിന്റെ ആക്ഷേപം. അങ്ങനെയാണെങ്കിൽ ഏറ്റെടുക്കാൻ പോകുന്ന സർക്കാർ ഭൂമിക്ക് സർക്കാർ തന്നെ പണം നൽകണം. മനുഷ്യന്റെ ഹൃദയം അറിഞ്ഞ വിധി എന്നായിരുന്നു ഹൈക്കോടതിയോടുള്ള റവന്യൂ മന്ത്രിയുടെ പ്രതികരണം. എന്നാൽ പ്രത്യക്ഷത്തിൽ ആശ്വാസമെന്ന് തോന്നുന്ന വിധി ആശങ്കയും ഏറെ എന്നാണ് വിലയിരുത്തൽ. വയനാട് ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ടൗൺഷിപ്പുകളുടെ നിർമ്മാണത്തിന് നെടുമ്പാല എസ്റ്റേറ്റിൽ 65.41 ഹെക്ടറും കൽപ്പറ്റ വില്ലേജിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്ന് 78.73 ഹെക്ടറുമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. ഹൈക്കോടതി വിധി പ്രകാരം 2013 ഭൂമി ഏറ്റെടുക്കൽ പുനരധിവാസ നിയമപ്രകാരം ഏറ്റെടുക്കലുമായി സർക്കാരിന് മുന്നോട്ടു പോകാം. നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം സർക്കാരിന് തീരുമാനിച്ച് തുക എസ്റ്റേറ്റ് ഉടമകൾക്ക് നൽകണം. തർക്കമുണ്ടെങ്കിൽ തോട്ട ഉടമകൾക്ക് നിയമവഴി തേടാം. കാലതാമസം ഒഴിവാക്കി ടൗൺഷിപ്പ് നിർമ്മാണവുമായി സർക്കാരിന് മുന്നോട്ട് പോകാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയുമെങ്കിലും ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കമുണ്ടെന്ന സർക്കാർ വാദം കണക്കിലെടുക്കാത്തതിലാണ് ആശങ്ക. മാത്രമല്ല, സർക്കാർ മുൻകൂർ പണം നൽകണമെന്ന് ഭൂമി കൈവശം വെച്ചവർ ഉന്നയിച്ച ആവശ്യം കോടതി അതേപടി അംഗീകരിച്ചിട്ടുമുണ്ട്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലടക്കം ഹാരിസൺ അടക്കം വൻകിട എസ്റ്റേറ്റുകളുടെ തോട്ടഭൂമി തിരിച്ചുപിടിക്കലിൽ സർക്കാർ നിയമ പോരാട്ടങ്ങളിലാണ്. തോട്ടഭൂമി കൈവശം വെച്ചവർക്ക് അനുകൂലമായ തീരുമാനം തോട്ടഭൂമി ഏറ്റെടുക്കലിൽ ഭാവി കേസുകളെ കൂടി ബാധിക്കുന്നതാണെന്നാണ് നിയമവിദഗ്ധരിൽ ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിധിക്കെതിരെ അപ്പീൽ പോകണമെന്ന അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. പക്ഷേ വീണ്ടും നിയമ നടപടിയിലേക്ക് പോയാൽ വയനാട്ടിലെ ടൗൺഷിപ്പ് ഇനിയും നീളും. തുടർ നടപടികളെക്കുറിച്ച് തിരക്കിട്ട ആലോചനയിലാണ് റവന്യൂ വകുപ്പ്. 143 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ 2 എസ്റ്റേറ്റ് മാനേജ്മെന്റുകൾ നൽകിയിരുന്ന ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. അടുത്ത ദിവസം മുതൽ സർക്കാരിനെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താമെന്ന് വ്യക്തമാക്കിയ സിംഗിൾ ബെഞ്ച് വ്യവസ്ഥകൾക്ക് വിധേയമായി എസ്റ്റേറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകാനും നിർദ്ദേശിച്ചു. വയനാട്ടിലെ ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള വലിയൊരു കടമ്പയാണ് സർക്കാരിന് നിലവിൽ മാറിക്കിട്ടിയത്. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള നെടുമ്പാല എസ്റ്റേറ്റിലെ 65.41 ഹെക്ടറും എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ 78 ഹെക്ടറുമാണ് ഏറ്റെടുക്കാൻ സർക്കാർ ഉത്തരവിറക്കിയത്. ഇതിനെതിരെ എസ്റ്റേറ്റ് മാനേജ്മെന്റുകൾ നൽകിയ ഹർജി തള്ളിയ ഹൈക്കോടതി ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് നിർദ്ദേശിച്ചു. ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കണം. എന്നാൽ 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് സർക്കാർ നഷ്ടപരിഹാരം നൽകണം. നഷ്ടപരിഹാര തുകയിൽ എതിർപ്പുണ്ടെങ്കിൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് തുടർ നിയമ നടപടി സ്വീകരിക്കാം. ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി സർക്കാരിന് ആവശ്യമെങ്കിൽ അടുത്ത ദിവസം മുതൽ അളക്കാം. എസ്റ്റേറ്റ് ഉടമകൾ ഇതിനാവശ്യമായ പിന്തുണ നൽകണം. ഭൂമി സർക്കാർ ഔദ്യോഗികമായി ഏറ്റെടുക്കും മുമ്പ് നഷ്ടപരിഹാരം കൊടുത്തിരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ദുരിതബാധിതരുടെയും സർക്കാരിന്റെ ഹൃദയം തിരിച്ചറിയുന്നതാണ് കോടതി വിധിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. നടപടികളിൽ മെല്ലെപ്പോക്ക് ഉണ്ടായിട്ടില്ലെന്നും പുതിയ വർഷത്തിൽ പുനരധിവാസ പദ്ധതിയുമായി വേഗത്തിൽ മുന്നോട്ടു പോകാമെന്നും കെ രാജൻ പറഞ്ഞു. ഏറ്റെടുക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കത്തിലും ഹൈക്കോടതി ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. എസ്റ്റേറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം കൈപ്പറ്റാമെങ്കിലും ഭൂമിയുടെ ഉടമസ്ഥാവകാശം സർക്കാരിനാണെന്ന് പിന്നീട് സിവിൽ കോടതി കണ്ടെത്തിയാൽ നഷ്ടപരിഹാര തുക തിരികെ നൽകണമെന്നും അക്കാര്യം സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകണമെന്നും ഉത്തരവിലുണ്ട്. സിവിൽ കോടതി ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുത്തു വരുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരും മരിച്ചു കഴിഞ്ഞിരിക്കും. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് സർക്കാർ മതിയായ നഷ്ടപരിഹാരം നൽകണമെന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമ പറഞ്ഞു. കോടതി വിധി അനുസരിച്ച് ഇക്കാര്യത്തിൽ സർക്കാരുമായി ചർച്ച നടത്തും. ഭൂമി സർവേ നടത്തുന്നതിലടക്കം നിലവിൽ സർക്കാരുമായി സഹകരിക്കുന്നുണ്ടെന്നും മൊയ്തീൻ കുഞ്ഞ് പറഞ്ഞു. സർക്കാരിനെതിരായ ഹർജിയിൽ കോടതി വിധി പറഞ്ഞതിന് പിന്നാലെയാണ് പ്രതികരണം. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 78.73 ഹെക്ടർ ഭൂമിയാണ് കൗൺസിലിനായി സർവേ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇവിടെ 600 കുടുംബാംഗങ്ങൾക്ക് വീട് വെച്ച് നൽകാനും എന്നാണ് കണക്കുകൂട്ടൽ. ഹൈക്കോടതി വിധി ആശ്വാസകരമാണെന്നും പുനരധിവാസം വൈകിപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണെന്നും കോടതി വ്യവഹാരങ്ങളിലേക്ക് പുനരധിവാസത്തെ തള്ളിവിട്ടതല്ലാതെ കേസുകൊണ്ട് മറ്റൊരു ഗുണവും ഉണ്ടായില്ലെന്ന് ടി സിദ്ദിഖ് MLA പ്രതികരിച്ചു. സർക്കാർ സമയബന്ധിതമായി പുനരധിവാസത്തിന്റെ കാലണ്ടർ പ്രഖ്യാപിക്കണം. സ്പോൺസർമാരുമായി അടിയന്തര ചർച്ച നടത്തണം. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആശ്വാസമായിരുന്നു. പക്ഷേ സ്വന്തം വാക്കിനോട് നീതി പുലർത്താൻ പ്രധാനമന്ത്രിക്കായില്ലെന്നും ടി സിദ്ദിഖ് വിമർശിച്ചു.
ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കെ ചന്ദ്രശേഖരൻ റവന്യൂ മന്ത്രിയായിരിക്കെ ഹാരിസൺ കമ്പനിയുടെ കൈവശമുണ്ടായിരുന്ന 38,000 ഏക്കർ സർക്കാർ ഭൂമിയാണ് തിരിച്ചുപിടിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി വിലക്കിയിരുന്നു. പിണറായി മന്ത്രിസഭ അധികാരത്തിലെത്തിയപ്പോൾ തന്നെ സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുന്നതിനായി VS സർക്കാർ നിയമിച്ച സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ സുശീല ഭട്ടിനെ മന്ത്രി ചന്ദ്രശേഖർ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രി പോലും കാണിക്കാത്ത ധൈര്യമാണ് ഇക്കാര്യത്തിൽ ചന്ദ്രശേഖരൻ അന്ന് കാണിച്ചത്. ഇത് വിവാദമായപ്പോൾ ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയാണ് മാറ്റമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. എന്നാൽ നടന്നത് അതല്ല. ഹാരിസൺ, TR&T മുതലാളിമാരിൽ നിന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് കോടികൾ വാങ്ങിയതുകൊണ്ടാണ് റവന്യൂ കേസുകൾ സത്യസന്ധമായി വാദിച്ചിരുന്ന സുശീല ഭട്ടിനെ നീക്കിയത്. ഇത് അക്കാലത്ത് തന്നെ വാർത്തയായിരുന്നു. അന്ന് ബിജിമോൾ മന്ത്രിയാകാത്തതിന് പിന്നിലെ കാരണവും മറ്റൊന്നുമായിരുന്നില്ല. TR&T എസ്റ്റേറ്റുകാരുടെ മുണ്ടക്കയം എസ്റ്റേറ്റിൽ പൊതുവഴി തടസ്സപ്പെടുത്തിയപ്പോൾ അത് ബിജിമോൾ എതിർത്തിരുന്നു. TR&T എസ്റ്റേറ്റുകാർ ആദർശ ദൈവങ്ങളെ നേരിട്ട് കാണേണ്ട രീതിയിൽ കണ്ടതോടെ ബിജിമോൾ മുഖ്യധാരയിൽ നിന്ന് ഔട്ടായി. ഇതിന് പിന്നാലെയാണ് സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കണമെന്ന കാര്യത്തിൽ വാശി പിടിക്കുന്ന സുശീല ഭട്ടിനെ സർക്കാർ മാറ്റിയത്. DGP-S ശ്രീജിത്ത് മനുഷ്യാവകാശ കമ്മീഷണർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിരിക്കെ ഹാരിസൺ ഉൾപ്പെടെയുള്ള സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ശുപാർശ നൽകിയിരുന്നു. ഇത് കമ്മീഷൻ അംഗീകരിച്ച സർക്കാരിന് നിർദ്ദേശവും നൽകി. പ്രസ്തുത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് IAS ഉദ്യോഗസ്ഥനായ രാജമാണിക്യത്തെ UDF സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള സ്പെഷ്യൽ ഓഫീസറാക്കിയത്. അദ്ദേഹം വിശദമായ ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകിയിരുന്നു. മോക്ഷം കിട്ടാനല്ല കേരളത്തിൽ ആരും മന്ത്രിയാകുന്നത്, എന്നാൽ ആദർശം പരസ്യമായി പറഞ്ഞ അഴിമതി രഹസ്യമായി നടത്തുകയാണ് സഖാക്കളുടെ ശീലം. ഹാരിസൺ കേസ് ഹൈക്കോടതിയിൽ വാദിച്ചത് കേസിനെ കുറിച്ച് ഒന്നും അറിയാത്തവരാണ്. ഇത് ഒത്തുകളിയുടെ ഫലമാണെന്ന് മുൻ ഗവൺമെന്റ് പ്ലീഡർ സുശീല ഭട്ട് പ്രതികരിച്ചു. ഭൂമിയില്ലാത്ത പാവപ്പെട്ടവർ അങ്ങനെ തന്നെ തുടരുമെന്നും ഭട്ട് പറഞ്ഞു. ഹാരിസൺ മലയാളം പ്ലാന്റേഷനെതിരായ വിജിലൻസ് കേസും രണ്ടാം പിണറായി സർക്കാർ പിൻവലിച്ചു. ഹാരിസണെതിരായ റവന്യൂ വകുപ്പ് രജിസ്റ്റർ ചെയ്ത 49 കേസുകളിൽ 7 കേസുകൾ മാത്രമാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. ബാക്കി കേസുകളിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് അന്ന് മന്ത്രി പറഞ്ഞത്. എന്നാൽ ഇതേ കേസുകൾ തന്നെയാണ് പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കോടതിയിൽ നിന്നും കേസുകൾ പിൻവലിക്കുന്നത് നിയമവകുപ്പും ആഭ്യന്തര വകുപ്പുമായതിനാൽ റവന്യൂ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ ന്യായമുണ്ട്. ഹാരിസൺ കമ്പനിയുടെ കൈവശമിരിക്കുന്ന 38,000 ഏക്കർ സർക്കാർ ഭൂമിയാണ് തിരിച്ചുപിടിക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി വിലക്കിയത്. സർക്കാർ ഭൂമി സർക്കാർ തന്നെ പണം കൊടുത്ത് വാങ്ങാനുള്ള പ്രവണതയ്ക്ക് CPM-ന് CPI-യുടെ പിന്തുണയുണ്ട്. കാരണം റവന്യൂ വകുപ്പ് ഭരിക്കുന്നത് CPI ആണ്. കെ ചന്ദ്രശേഖരൻ മന്ത്രിയായിരുന്ന കാലത്തും ഇത് തന്നെയായിരുന്നു അവസ്ഥ. സർക്കാർ ഭൂമി സർക്കാർ തന്നെ പണം കൊടുത്ത് വാങ്ങുന്ന മറ്റൊരു സംഭവം ചെറുവള്ളി എസ്റ്റേറ്റിന്റെ കാര്യത്തിലാണ് സംഭവിച്ചത്. എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം കോടതിയിൽ നിൽക്കുമ്പോഴാണ് ശബരിമല യാത്രയ്ക്ക് സമീപം സംസ്ഥാനത്തെ 5ാമത്തെ വിമാനത്താവളം എന്ന ലക്ഷ്യവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിനായി നേരത്തെ തന്നെ കണ്ടുവച്ചിരുന്ന എരുമേലിക്കടുത്തുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നു. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ സർവേ നമ്പറുകൾ വിജ്ഞാപനം ചെയ്തുകൊണ്ടാണ് പുതിയ ഉത്തരവിറക്കിയത്. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എരുമേലി സൗത്ത് മണിമല വില്ലേജുകളിലെ 2750 ഏക്കർ വിമാനത്താവളത്തിനായി ഏറ്റെടുക്കും. എസ്റ്റേറ്റിന്റെ പുറത്ത് ഏറ്റെടുക്കുന്ന 307 ഏക്കറും ചേർത്താണിത്. സർക്കാർ ഭൂമി പൊതുപദ്ധതിക്കായി ഏറ്റെടുക്കാൻ ഭൂമി ഒഴിപ്പിക്കേണ്ടതില്ല. ഏറ്റെടുക്കാതെ തന്നെ നേരിട്ട് സർക്കാരിന് വിനിയോഗിക്കാൻ കഴിയും. സ്വകാര്യ ഭൂമിയാണെങ്കിൽ മാത്രമാണ് ഭൂമി ഏറ്റെടുക്കേണ്ടതായി വരിക. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എരുമേലി മണിമല വില്ലേജുകളായി 281, 283, 282, 299 റീസർവേ നമ്പറുകളിലുള്ള ഭൂമിയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. വിമാനത്താവളത്തിനായി 2013 കേന്ദ്ര ഭൂമി ഏറ്റെടുക്കൽ, അതായത് ലാൻഡ് അക്വിസിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കുമെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു. എന്നാൽ തങ്ങളുടേതെന്ന് സർക്കാർ ഒരിക്കൽ പ്രഖ്യാപിച്ച ഭൂമി ഏറ്റെടുക്കുന്നത് എപ്രകാരമായിരിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമിയിലെ ചമയങ്ങളുടെ വില കെട്ടിവെച്ച് ഏറ്റെടുക്കാമെന്ന് മുൻ LDF സർക്കാർ കാലത്ത് ചന്ദ്രശേഖരൻ റവന്യൂ മന്ത്രിയായിരിക്കും നിർദ്ദേശം വച്ചിരുന്നു. എന്നാൽ സർക്കാർ ഭൂമിയാണെന്ന് സർക്കാർ ഉറപ്പിച്ചു പറയുന്ന ഭൂമി എന്തിന് പണം നൽകി ഏറ്റെടുക്കണമെന്ന ചോദ്യം അന്ന് ഉയർന്നു. സർക്കാരാണ് ഭൂമിയുടെ ഉടമയെന്ന് ഉറപ്പുണ്ടെങ്കിൽ പണം കെട്ടിവെക്കുന്നത് എന്തിനെന്ന ചോദ്യം ബിലീവേഴ്സ് ചർച്ചും അഭിഭാഷകരും ഉൾപ്പെടെ അന്ന് ഉന്നയിച്ചു. പുതിയ ഉത്തരവിൽ ഭൂമി പണം നൽകിയാണ് ഏറ്റെടുക്കുന്നതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ ലാൻഡ് അക്വിസിഷൻ ആക്ട് പ്രകാരം 2 തരത്തിൽ മാത്രമാണ് സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാൻ കഴിയുക. സർക്കാർ ഭൂമി പൊതുപദ്ധതിക്കായി ഏറ്റെടുക്കാൻ ഭൂമി ഒഴിപ്പിക്കൽ ചെയ്യേണ്ടതില്ല. ഏറ്റെടുക്കാതെ തന്നെ നേരിട്ട് സർക്കാരിന് ആ ഭൂമി വിനിയോഗിക്കാൻ കഴിയും. സ്വകാര്യ ഭൂമിയാണെങ്കിൽ മാത്രമാണ് ഭൂമി ഏറ്റെടുക്കേണ്ടതായി വരിക. സിവിൽ കേസ് കോടതിയെ നിലനിൽക്കെ പണം കെട്ടിവെച്ച് ശബരിമല വിമാനത്താവളത്തിനായി ചെറുവള്ളി ഭൂമി ഏറ്റെടുക്കുന്നതിന് സർക്കാർ ആലോചിച്ചാൽ സഭാ കൗൺസിൽ ചേർന്ന് തീരുമാനം ഏറ്റെടുക്കുമെന്നാണ് ബിലീവേഴ്സ് ചർച്ച് നേതൃത്വം പ്രതികരിച്ചത്. ചെറുവള്ളിയിലെ ഭൂമി തങ്ങളുടേതെന്ന് KP യോഹന്നാന്റെ നേതൃത്വത്തിലുള്ള ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചും സർക്കാർ ഭൂമിയെന്ന് സർക്കാരും അവകാശപ്പെടുന്നു. എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശം രേഖകൾ പ്രകാരം ബിലീവേഴ്സ് ചർച്ചിനാണ് തങ്ങളുടെ ഉടമസ്ഥാവകാശം അംഗീകരിച്ചുകൊണ്ടാണ് ബിലീവേഴ്സ് ചർച്ച് വിമാനത്താവളത്തിനായുള്ള മണ്ണ് പരിശോധനയ്ക്ക് അനുമതി നൽകിയിരുന്നതും.
ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ സെക്ഷൻ 77 അനുസരിച്ച് കോടതിയിൽ നഷ്ടപരിഹാര തുക കെട്ടിവെച്ചാണ് ഭൂമി ഏറ്റെടുക്കുക എന്നായിരുന്നു മുമ്പ് സർക്കാർ തീരുമാനം. സിവിൽ കോടതിയിൽ നടക്കുന്ന കേസിന്റെ അന്തിമ വിധിയെ ആശ്രയിച്ചാവും തുടർ നടപടികൾ. തർക്കം പാലാ കോടതിയിലിരിക്കെ മുൻതൂക്കം സർക്കാർ വാദത്തിനാണ്. കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ അവകാശപ്പെടുന്ന ഉടമസ്ഥാവകാശം സ്ഥാപിക്കാനുള്ള വഴികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാതെയും ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാതെയും നഷ്ടപരിഹാരം നൽകി സർക്കാർ കയ്യേറ്റക്കാരോട് കൈകോർത്തു പോവുകയാണെന്ന ആരോപണം ശക്തമായി നിലനിൽക്കുന്നു. സർക്കാർ നിശ്ചയിച്ച കമ്മീഷനുകൾ തന്നെ ചെറുവള്ളിയിലേത് സർക്കാർ ഭൂമിയാണെന്നും സ്വകാര്യ വ്യക്തി കയ്യേറിയതുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിലെ വസ്തുതകളെല്ലാം ചൂണ്ടിക്കാട്ടി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. സർക്കാർ ഭൂമി എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം നഷ്ടപരിഹാരം നൽകിയാണ് ഭൂമി ഏറ്റെടുക്കുന്നതെങ്കിൽ അത് ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണെന്ന് ഹാരിസൺ മലയാളത്തിനെതിരെ കേസ് വാദിച്ച മുൻ ഗവൺമെന്റ് പ്ലീഡർ സുശീല ഭട്ട് പറഞ്ഞു. കോടതിയിൽ തീർക്കാൻ നിൽക്കുന്ന കേസിന് സർക്കാരിന്റെ നീക്കം ദുർബലപ്പെടുത്തുമെന്നാണ് അവരുടെ അഭിപ്രായം. സർക്കാരിന് മുന്നിൽ മറ്റു വഴികളുള്ളപ്പോൾ 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ പരിധിയിൽപ്പെടാതെ ഭൂമി ഏറ്റെടുക്കുമായിരുന്നു. അതിൽ നിയമ തടസ്സങ്ങളൊന്നുമില്ലാതിരിക്കെ സർക്കാർ അതിന് മുതിരുന്നത് എന്തിനെന്നും സുശീൽ ഭട്ട് ചോദിക്കുന്നു. ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചതാണ്. സർക്കാർ ഭൂമിയായിരിക്കെ അതിൽ സർക്കാരിന്റെ ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൽ യാതൊരു നിയമ പ്രശ്നങ്ങളുമില്ല. ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരം ഏറ്റെടുക്കുക എന്നാൽ സ്വകാര്യ വ്യക്തിക്ക് നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കുക എന്ന ഒറ്റ വ്യവസ്ഥയെ നിയമത്തിലുള്ളൂ. സർക്കാർ ഭൂമിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ഭൂമിയിൽ ലാൻഡ് അക്വിസിഷനോ എവിക്ഷനോ നടപ്പാക്കേണ്ടതില്ല. സർക്കാർ തീരുമാനം പൊതു താൽപര്യത്തിനെതിരാണ്. സർക്കാർ നിയമിച്ച കമ്മീഷനുകൾ തന്നെ ചെറുവള്ളിയിലേത് സർക്കാർ ഭൂമിയാണെന്നും സ്വകാര്യ വ്യക്തി കയ്യേറിയതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിലെ വസ്തുതകളെല്ലാം ചൂണ്ടിക്കാട്ടി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. രാജമാണിക്യത്തിന് സ്പെഷ്യൽ ഓഫീസർ പവർ ഇല്ല എന്ന ഒറ്റ സാങ്കേതിക കാരണത്താൽ മാത്രമാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികളെ ഹൈക്കോടതി റദ്ദ് ചെയ്തത്. അല്ലാതെ അതിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ തെറ്റാണെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. വസ്തുതകളിൽ അത് സർക്കാർ ഭൂമിയാണ്. തർക്കമുണ്ടെങ്കിൽ എതിർകക്ഷികളാണ് കോടതിയിൽ ഇത് ചോദ്യം ചെയ്യേണ്ടത്. അതിനു പകരം സർക്കാർ ഡിസ്പ്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നാളെ എതിർകക്ഷികൾ ആ പണം ക്ലെയിം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കോടതിയിൽ കേസ് വരുമ്പോൾ അത് കൂടുതൽ സങ്കീർണമാക്കി ഉടമസ്ഥത സംബന്ധിച്ച് സർക്കാരിന് തന്നെ സംശയമുണ്ടെന്ന് വരുത്തി തീർത്ത് എല്ലാ തോട്ടം ഭൂമികളും കയ്യേറ്റക്കാർക്ക് തന്നെ നൽകാൻ ഇടവരുത്തുന്ന തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. സർക്കാർ ഒത്തുകളിക്കുന്നതെന്ന് മാത്രമല്ല, എത്ര കോടികളാണ് ബിലീവേഴ്സ് ചർച്ചിന് പൊതു ഖജനാവിൽ നിന്ന് സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. 2263 ഏക്കർ സ്ഥലം ഇപ്പോഴത്തെ ഭൂമി വിലയ്ക്ക് എടുക്കുന്നു. എന്നാൽ 2000 കോടി രൂപയിലധികം ഖജനാവിൽ നിന്ന് ബിലീവേഴ്സ് ചർച്ചിന് ലഭിക്കും. ഇത് ആരെ സഹായിക്കാനാണെന്ന് വ്യക്തമാണ്. തോട്ടം ഭൂമി ഉടമസ്ഥ തർക്കവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അവസാനിപ്പിക്കുന്നതിന് സമാനമായ തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ സർക്കാരിന് നേരിട്ട് ആ ഭൂമിയിൽ കടന്ന് പ്രവർത്തിക്കാം. ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള മറ്റൊരു കളിയാണ് ഇപ്പോൾ വയനാട്ടിൽ നടക്കാൻ പോകുന്നത്.